നമ്മുടെ ഫേസിലെ കരുവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻറ്റ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് യങ്ങാക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഫേസ് പാക്കിന്. പിന്നെ ഇത് ഇങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു 2 തവണ നമ്മളിങ്ങനെ യൂസ് ചെയ്താൽ മതി. ഇത് ഉണ്ടാക്കിയിട്ട് ഒരു 3 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വയ്ക്കാതെ പുറത്ത് തന്നെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. നമ്മുടെ ഫേസിലെ ഡിസ്കളറേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഈവൻ ടോൺ ആക്കി വെക്കാനായിട്ട് പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു 2 തവണയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നമുക്കൊരു ലിക്വിഡ് രൂപത്തിലാണ് കേട്ടോ കിട്ടുന്നത്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ലീഫ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ജെല്ലെടുത്താൽ മതി. ഇല്ല എങ്കിൽ നമ്മൾ ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ല് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ 1 സ്പൂൺ അലോവേര ജെല്ലാണ് എടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര എടുക്കുമ്പോൾ ഒരുപാട് തരി ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുക്കുക. അതിന് ശേഷം ഞാൻ ഒരു 1/2 സ്പൂണാണ് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഇനി പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് വേറൊന്നുമല്ല, പാലാണ്. തിളപ്പിക്കാത്ത പാലാണ് ഞാൻ 1/2 സ്പൂണേ ഒഴിക്കുന്നുള്ളൂ. ഒരുപാട് ലിക്വിഡ് ആയിപ്പോവും, അതുകൊണ്ട് 1/2 സ്പൂൺ പാൽ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം പാൽ ചേർത്താൽ മതി, പാൽ വേണമെന്നില്ല. നമുക്ക് ഈ ഒരു അലോവേര ജെല്ലും ഈ പറയുന്ന പഞ്ചസാരയും മാത്രം വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്കിത് കിട്ടുക. പക്ഷേങ്കിൽ നമുക്ക് 100% നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. ഈ ഒരു പഞ്ചസാര നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ആഴ്ചയിൽ 2 തവണ ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് പാല് വേണ്ടാത്തവരാണെങ്കിൽ പാൽ ഒഴിക്കേണ്ട കാര്യമില്ല, അത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു അലോവേര ജെല്ലും പഞ്ചസാരയും മാത്രം മതി നമ്മുടെ സ്കിന്നൊന്ന് ക്ലിയർ ആക്കി എടുക്കാനായിട്ട്. അപ്പം ഞാനിത് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഒറ്റ തവണയെങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വിസിബിളായിട്ടുള്ളൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. അത്രയ്ക്ക് റിസൾട്ടാണ്. നമ്മുടെ സ്കിന്നിലെ ഡിസ്കളറേഷൻ മാറാനായിട്ടും ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, എല്ലാവർക്കും സാധാരണക്കാരായ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റും സിമ്പിളായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അത്രയ്ക്ക് റിസൾട്ടുമാണ് കേട്ടോ. അപ്പം ഞാനിത് മസാജിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു 1 മണിക്കൂർ വെച്ചതിന് ശേഷം വേണം വാഷ് ചെയ്യാനായിട്ട്. എന്താണേലും നമ്മൾ പാലൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് വാഷ് ചെയ്ത് കളയണം. അപ്പം നമ്മൾ ഒരു 1 മണിക്കൂർ എന്താണെങ്കിലും ഫേസിൽ വെക്കണം. ഫേസ് നന്നായിട്ട് ഒരു കൂളിംഗ് എഫക്റ്റാണ് കേട്ടോ നമുക്കിപ്പോൾ കിട്ടുക. അപ്പം ഞാനിത് വാഷ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. സ്കിന്നിലെ ഗ്ലോ കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്കിപ്പം ലൈവായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്കിന്നൊന്ന് എന്താ പറയുക, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് റിസൾട്ടാണ്. നമുക്കിത് ആഴ്ചയിൽ 2 തവണ ചെയ്താൽ മതി കേട്ടോ. സാധാരണക്കാരായ വീട്ടമ്മമാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.